Good morning. Welcome back to our class. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതെങ്ങനെയൊക്കെയാണ് നമ്മളെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മണി മാർക്കറ്റ് എന്താണെന്ന് കൂടെ പറയാം. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ കുറയാത്ത പേയ്മെൻറ്റ് പീരീഡ്സ് ഉള്ള ഒരു ഷോർട്ട് ടേം ഫണ്ട്, അതാണ് ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ കുറയാതെ ഡ്യൂറേഷനുള്ള ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റിനെ പറയുന്ന പേരാണ് മണി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ, രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ അത് നല്ല ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വൈറ്റൽ ഫാക്ടറാണ്. അത് എത്രത്തോളം ഡെവലപ്പ് ആവുന്നോ, ആ മണി മാർക്കറ്റ് എത്രത്തോളം ഡെവലപ്പ് ആവുന്നോ അത്രത്തോളം ആ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഷോർട്ട് ടേം ഫണ്ടിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈ വേണം. ഇപ്പോൾ 6 മാസത്തേക്ക് ഒരാൾ കടമെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ കുറയാത്തൊരു പീരീഡിലേക്ക് ഒരാൾ മണി ബോറോ ചെയ്യുകയോ ലെൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റിന് ഒരു റോളുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച് ലോങ് ടേം ഫണ്ടുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കും. അതുകൊണ്ടാണ് മണി മാർക്കറ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഈ ഇൻഡസ്ട്രികളിൽ പലരും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ഷോർട്ട് ടേം ഫണ്ടുകൾ പെട്ടെന്ന്, ഇപ്പോൾ ട്രേഡ് ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പലരും പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മണി മാർക്കറ്റ്. അപ്പോൾ ആ മണി മാർക്കറ്റ് എക്കണോമിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ശരിക്കും. അത് എത്രത്തോളം വെൽ ഡെവലപ്ഡ് ആവുന്നോ അത്രത്തോളം ആ മണി മാർക്കറ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്താണ്, അപ്പം മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട് ആണെങ്കിൽ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മീഡിയം ആൻഡ് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് മീഡിയം ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് മണി മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് പ്രിവെയിൽഡ് ഇൻ എ മണി മാർക്കറ്റ് ഇൻഫ്ലുവൻസസ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലെൻഡിങ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. അതായത് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ മണി മാർക്കറ്റിൻ്റെ കണ്ടീഷൻസിലൊക്കെ എന്താണ്, ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിനെ, ഇൻട്രസ്റ്റ് റേറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ മൊബിലൈസേഷൻ, ലോങ് ടേമിന് ഫണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ഫണ്ടുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം 6 മാസം കഴിയുമ്പോൾ ആ ഫണ്ട് തിരിച്ചു വരും. പക്ഷേ ലോങ് ടേം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതുവരെ ആ ഫണ്ടിന് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഷോർട്ട് ടേമിൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഈസ് എ നെസസറി ഫോർ ദ സ്മൂത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മണി മാർക്കറ്റ് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് സ്മൂത്ത് ആയിരിക്കും. കാരണം ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫണ്ട് കൊടുക്കണമെങ്കിൽ ഈ ഷോർട്ട് ടേം ഫണ്ടുകളിൽ കൃത്യമായി എന്ത് വരണം, റെഗുലേഷൻസ് കൃത്യമായി റെഗുലേറ്റ് ചെയ്ത് വരണം. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫൈനാൻസിങ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഫൈനാൻസിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റി അവരെ പ്രോഫിറ്റിലെത്തിക്കുക അല്ലെങ്കിൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ മണി മാർക്കറ്റ് ഹെൽപ്സ് ടു ഗ്രോ ഇൻഡസ്ട്രീസ്. ഷോർട്ട് ടേം ഫണ്ട്സുകളൊക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്ത് എന്ത് ചെയ്യാം, അവരെ ഇൻഡസ്ട്രി ഗ്രോത്തിനുള്ള വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മണി മാർക്കറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫൈനാൻസിങ് ഇൻഡസ്ട്രികളിലേക്ക് എന്താണ്, ഷോർട്ട് ടേം ലോൺസ് കൊടുക്കുമ്പം അവരുടെ വർക്കിംഗ് ക്യാപിറ്റലുകൾ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്തു പോകുന്നുണ്ട്. അവരുടെ വർക്കിംഗ് ക്യാപിറ്റലുകൾക്കാണ് മെയിനായിട്ട് നമ്മൾ മണി മാർക്കറ്റിൽ നിന്ന് ഫണ്ട്സ് ബോറോ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ എന്താണ് വലിയ വലിയ ഫൈനാൻസിങ് ഇൻഡസ്ട്രികൾക്കൊക്കെ എന്താണ് മണി മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ ഡിസ്കൗണ്ടിങ് ഓപ്പറേഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന ഫംഗ്ഷനിലൂടെ പെട്ടെന്ന് തന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലുകളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് കാശ് അത്യാവശ്യം വന്നാൽ ഫിനാൻസിങ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, നേരെ മണി മാർക്കറ്റിൽ പോയിട്ട് കടമെടുക്കും. അത് അപ്പോഴുള്ള ആ വർക്കിംഗ് ക്യാപിറ്റൽ അവർ മീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, 3 മാസത്തിനടക്കോ 6 മാസത്തിനടക്കോ അതെന്ത് ചെയ്യും, തിരിച്ചടയ്ക്കും. അപ്പോൾ ഇവർക്കും എന്താണ് പെട്ടെന്ന് വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്, മണി മാർക്കറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്, ത്രൂ ഡിസ്കൗണ്ടിങ് ഓപ്പറേഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. അതായത് വലിയ ബാധ്യതകളൊന്നും വരുത്താത്ത രീതിയിൽ എന്താണ് ഓപ്പറേഷൻസിൻ്റെ പ്രൊസീജിയറുകളൊക്കെ വെട്ടി കുറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫണ്ട് പാസ്സാക്കി കൊടുത്ത് അവരെ എന്ത് ചെയ്യാം, ഇൻഡസ്ട്രി വളരാൻ വേണ്ടി അവർ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഫൈനാൻസിങ് ഇൻഡസ്ട്രിയിൽ മണി മാർക്കറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെൽപ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ആ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ ആര് സഹായിക്കുന്നുണ്ട്, ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഹെൽപ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ബിക്കം സെൽഫ് സഫീഷ്യൻറ്റ്. അപ്പോൾ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ടെമ്പററിലി ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട്സ് ഇൻ സെക്യൂരിറ്റീസ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് വരുന്ന സർപ്ലസ് എമൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുന്ന അല്ലെങ്കിൽ ആവശ്യത്തിന് അധികമുള്ള ഫണ്ട്സ് വരുമ്പോൾ എന്താണ്, അത് മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം 3 മാസത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ 3 മാസത്തേക്കോ 6 മാസത്തേക്കൊക്കെ എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ ബാങ്ക് മണി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സർപ്ലസ് ഫണ്ടുകൾ ഇപ്പോൾ സെക്യൂരിറ്റികൾ ഇടുമ്പോൾ എന്താണ്, അവർക്ക് അതിൽ നിന്നും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ റിയലൈസ് ദ ഫണ്ട്സ് ക്വിക്കലി ഇൻ ടൈംസ് ഓഫ് നീഡ് ബൈ റീകോളിങ് ഇറ്റ്. ഇനി അഥവാ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്താണ്, ഇവർക്ക് ആ ഫണ്ട് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തിരിച്ചെടുക്കാനുള്ള എല്ലാ ഫോർമാലിറ്റീസും അവിടെ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ദ ബാങ്ക്സ് ക്യാൻ യൂട്ടിലൈസ് മണി മാർക്കറ്റ് ടു മീറ്റ് ദെയർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് കൃത്യമായിട്ട് എന്താണ് വരുന്ന അസറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തിരിച്ചടവ് പൈസകളൊക്കെ എന്താണ് ഈ മണി മാർക്കറ്റിലൂടെ അവർ കൃത്യമായിട്ട് ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് പ്രകാരം ഇത്ര ക്യാഷ് റിസർവ് വേണം എന്നുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അത് തികയാതെ വരുമ്പോൾ എന്താണ്, ഇവർ മണി മാർക്കറ്റിൽ നിന്ന് കടമെടുത്തിട്ട് തൽക്കാലം അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ റിക്വയർമെൻറ്റ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കിനെ മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹെൽപ്സ് സെൻട്രൽ ബാങ്ക്സ് ആണ്. എങ്ങനെയാണ് മണി മാർക്കറ്റ് സെൻട്രൽ ബാങ്കിനെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് സ്മൂത്ത് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിനെ എങ്ങനെയാണോ സഹായിക്കുന്നത് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻസിനെ സ്മൂത്ത് ചെയ്യാൻ മണി മാർക്കറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് മണി മാർക്കറ്റ് റിഫ്ലക്ട്സ് ഇൻ കറണ്ട് ആൻഡ് ബാങ്കിങ് കണ്ടീഷൻസ് ഓഫ് ദ കൺട്രി. അതായത് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന മാറ്റങ്ങളും അവരുടെ കണ്ടീഷൻസൊക്കെ എന്താണ്, ആ രാജ്യത്തെ ബാങ്കിങ് കണ്ടീഷൻസിൻ്റെ നിലവിലെ ബാങ്കിങ് കണ്ടീഷനുകളിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഷോർട്ട് ടേം മണി മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ അത് സ്വാഭാവികമായിട്ടും അതിന് പ്രൊപ്പോർഷണലായിട്ട് കറണ്ട് ബാങ്കിങ് കണ്ടീഷൻസിൽ അവർ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വരും. അത് മണി മാർക്കറ്റിൽ എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ച് സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻസ് മാറ്റേണ്ടി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു സെൻട്രൽ ബാങ്ക് ഫോർ അഡോപ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് ബാങ്കിങ് പോളിസി. അതായത് സെൻട്രൽ ബാങ്കുകളൊക്കെ പോളിസി സ്വീകരിക്കുന്നത് കറണ്ട് മണി മാർക്കറ്റിലെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മണി മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഡയറക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ബാങ്കിങ് പോളിസികളിൽ അതാത് സമയത്ത് മാറ്റങ്ങൾ വരുത്തുന്നത്. എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ബൈ ഇൻഫ്ലുവൻസിങ് സബ് മാർക്കറ്റ്സ് ത്രൂ മണി മാർക്കറ്റ്. അതായത് ഈ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസികളും മറ്റു ബാങ്കുകളുടെയൊക്കെ പോളിസികളൊക്കെ
ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇവർ മണി മാർക്കറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? അതാണ് ലാസ്റ്റ് പറഞ്ഞ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ബൈ ഇൻഫ്ലുവൻസിങ് സബ് മാർക്കറ്റ്സ്. സബ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പേപ്പർ മണി, കോൾ മണി എന്നൊക്കെ പറഞ്ഞ മറ്റു സബ് മാർക്കറ്റ്സിലൂടെ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഗൈഡ് ആൻഡ് ഹെൽപ്സ് ഗവൺമെൻറ് ആണ്. ഗൈഡ് ആൻഡ് ഹെൽപ്സ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പം മണി മാർക്കറ്റിലുള്ള കണ്ടീഷൻസ് അത് ശരിക്കും എന്താണ്, നമ്മുടെ രാജ്യത്തെ മോണിറ്ററി സിറ്റുവേഷൻ്റെ ഒരു ശരിയായ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് കൃത്യമായി രാജ്യത്തെ മോണിറ്ററി സിറ്റുവേഷൻസ് എന്താണ് നിലവിലെ അവസ്ഥ, അത് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ രൂപം ആര് കാണിച്ചിരുന്നുണ്ട്, മണി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ രാജ്യത്ത് കറൻസി ഷോർട്ടേജാണ് അല്ലെങ്കിൽ കറൻസി വാല്യൂ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഇൻട്രസ്റ്റ് റേറ്റിലും മറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരും. സോ അല്ലേ, അതാണ് ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് മോണിറ്ററി സിറ്റുവേഷൻ ഓഫ് എ കൺട്രി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇനേബിൾസ് സെൻട്രൽ ഗവൺമെൻറ് ടു ഫോർമുലേറ്റ് എ സ്യൂട്ടബിൾ മോണിറ്ററി പോളിസി ഫോർ ദ കൺട്രി. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ബാങ്കിന് എങ്ങനെയാണോ ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് അതാത് സമയത്ത് മോണിറ്ററി പോളിസി, രാജ്യത്തെ മോണിറ്ററി പോളിസിയിൽ മാറ്റം വരുത്താനും അതുപോലെ തന്നെ നല്ല സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യാനൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനെ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതാണ് ഇറ്റ് ഇനേബിൾസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഫോർമുലേറ്റ് എ സ്യൂട്ടബിൾ മോണിറ്ററി പോളിസി ഫോർ ദ കൺട്രി എന്ന് പറയുന്നത്. ലാസ്റ്റ് അതിൽ പറയുന്നത് ഇറ്റ് എനേബിൾസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ബോറോ ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ ട്രഷറി ബിൽസ് അറ്റ് വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതായത് ഈ മണി മാർക്കറ്റ് നിലവിലുള്ളതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്താണ്, ഇപ്പോൾ ട്രഷറി ബില്ലും മറ്റു സബ് മാർക്കറ്റ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങൾക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ മണി ബോറോ ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ് മണി ബോറോ ചെയ്യാൻ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് അറ്റ് വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ട്രഷറി ബില്ലൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു സബ് മാർക്കറ്റ്സ് ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഷോർട്ട് ടേം ഫണ്ട്സ് ബോറോ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് പറയുന്നത് എൻകറേജ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. എൻകറേജ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷോർട്ട് ടേം മാർക്കറ്റിൽ ലെൻഡിങ് നടക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ സേവിങ്സ് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സേവിങ്സ് വെച്ചിട്ടാണ്. മനസ്സിലായല്ലേ? ആ സേവിങ്സിനെ നല്ല കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻകറേജ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ഫണ്ട്സ് ഫ്രം വൺ സെക്ടർ വിച്ച് ഹാസ് സർപ്ലസ് ഫണ്ട്സ് ടു അനദർ സെക്ടർ വേർ ഫണ്ട്സ് ഫ്രം വൺ സെക്ടർ. അതായത് ഒരേ സെക്ടറിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ പല സെക്ടറുകളിൽ നിന്നുള്ള സർപ്ലസ് ഫണ്ടുകൾ അത് മറ്റു സെക്ടറുകളിലേക്ക്, അതായത് എവിടെയാണോ കുറവുള്ളത് ആ സെക്ടറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ മണി മാർക്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ എൻകറേജിങ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ ബിക്കം ഈസി. അപ്പോൾ ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ക്യാപിറ്റലിൽ എന്താണ്, വലിയ രീതിയിൽ മാറ്റങ്ങൾ വരും. അപ്പം നല്ലൊരു സ്ട്രോങ് ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താൻ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ 6 നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റിൽ പറയാനുള്ളത്. ഇനി ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ആരൊക്കെയാണ് ഈ ഇന്ത്യൻ മണി മാർക്കറ്റിലെ കമ്പോണൻസ്, എന്താണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, എന്താണ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്സ്, ആരൊക്കെയാണ് മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് നല്ലൊരു ഡെവലപ്ഡ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫീച്ചേഴ്സ് പറഞ്ഞതാണ്, അത് സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ രാജ്യത്തെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.